இன்றைக்கி நவராத்திரியோட 8வது நாள். இന്നത്തെ பிரசாதங்கள் என்னெல்லாம் பார்க்கலாம். தேங்காய் பர்ஃபி, கேரட்டும் பதாமும் போட்ட பாயசம், പിന്നെ மிக்சட் சுண்டல் எப்படியாக்கும் பண்ணுறதுன்னு பார்க்கலாம். கேரட் பதாம் பாയസத்துக்கு ആദ്യം 2-3 ടീസ്പൂൺ നെയ്യ് വിട്ടിട്ട് ഒരു 1/2 കപ്പ് ബദാം നന്നായി വറുത്തെടുക്കണം. നന്നായി റോസ്റ്റ് ആകുമ്പം അതിൽ കൊഞ്ചം നമുക്ക് ലാസ്റ്റ് ഗാർണിഷിങ്ങൊക്കെ എടുത്ത് വെച്ചിക്കില്ല. എന്നിട്ട് എന്താ നെയ്യിൽ ഒരു 1/2 കപ്പ് തുരുവിന ക്യാരറ്റും കൂടെ ചേർത്ത് നന്നായി വതക്കി എടുത്തുക്കരുത്. ഇതേ പ്രോസസ്സ് വേണമെന്ന് കുക്കറിലും ചെയ്തിக்கலாம். കുക്കറിൽ തന്നെ പാൽ വിട്ടിട്ട് 3 വിസിൽ വെച്ചിട്ടാൽ പോരും. 1 കപ്പ് പാൽ വിട്ടിട്ടാൽ പോരും കുക്കറിൽ. ഇത് പാനിൽ പണ്ടത് കൊണ്ട് 1/2 കപ്പ് പാൽ വിട്ടിട്ട് അടച്ചു വെച്ച് നന്നായി വേവറുത് വരെ വേവിച്ചെടുക്കണം. ബദാമും നന്നായി വെന്തിരിക്കണം, ക്യാരറ്റും നന്നായി വെന്തിരിക്കണം. അതിലുള്ള പാൽ നന്നായി വറ്റി ഇതുപോലെ കുറുകി വരുമ്പം അത് നന്നായി തണുപ്പിച്ചതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ചിക്കരുത്. പേസ്റ്റ് പോലെ വേണമെന്ന് അരക്കില്ല, ഇല്ലാതെ കൊഞ്ചം തരിതരിപ്പാവും അരക്കില്ല. അത് അവ എന്നാക്കുമ്പോൾ വിരുമ്പി എടുക്കരുത്. അവ അതുപോലെ അരച്ചിട്ടാൽ പോരും. വായിൽ തട്ടാതിരിക്കണമെന്ന പേസ്റ്റ് പോലെ അരച്ചുങ്കോ. എന്നിട്ട് എത്രയാക്കുമോ നല്ല കട്ടിയാ വേണമെന്ന് പാൽ അതനുസരിച്ച് കുറച്ച് വിട്ടുങ്കോ. നല്ല ലൂസായിട്ടാക്കും പായസം വേണമെന്ന് അതുക്കനുസരിച്ചുള്ള പാൽ വിട്ടുങ്കോ. അതൊക്കെ പ്രത്യേകിച്ച് അളവില്ലേ. അത് അവളോട് വിരുപ്പത്തിനനുസരിച്ച് പാലോട് അളവ് കൂട്ടവോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ പഞ്ചസാരയുടെ അളവും. நான் இங்கே 4 டேபிள் ஸ்பூன் தான் பஞ்சசாரை போட்டிருக்கேன். 1/4 கப்பு கண்டென்ஸ்டு மில்க்கும் விடுறேன். அது உங்களுக்கு இப்போ മധുരം കൂടുതൽ വേണമെന്ന് അതനുസരിച്ച് കൂട്ടി വിട്ടുങ്കോ. എന്നിട്ട് ഒരു 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും പോട്ട് നന്നായി ഒരു 2-3 മിനിറ്റ് ഇളക്കിനതിന് ശേഷം നന്നായി തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടോടെ വേണമെന്ന് ചൂടോടെ നമുക്ക് വിടല. അല്ല തണുത്തിട്ടാക്കും സെർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തണുത്തിട്ടും സെർവ് ചെയ്യല. 2 രീതിയിൽ നമ്മൾക്ക് ആദ്യം എടുത്ത് വെച്ചിരുന്ന ബദാം കൊഞ്ചം വെച്ചിരുന്നത് ലാസ്റ്റ് ഇതുപോലെ ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടാൽ പോരും. ഇത് കൊഞ്ചം ലൂസായിട്ടാക്കും നാം പണിയിരിക്കും. കട്ടിയാ വേണമെന്ന് പാൽ കുറച്ച് പണിയുങ്കോ. ഇനി അടുത്തത് തേങ്ങാ ബർഫി എപ്പടി പണ്ടുறது பார்க்கலாம். തേങ്ങാ ബർഫിക്ക് 2 കപ്പ് തേങ്ങ ഇതുപോലെ നന്നായി പ്രസ് പണി அளந்தெடுத்துங்கோ. இப்போ நம்ம தியாத்தில் திருவி எடுத்தானே இதுபோல் சைஸு கொஞ்சம் பெருசாக இருக்கும். அதை கரெக்டாக கடைக்கிறதுக்கு அந்த மிக்சியில் போட்டு ചതച്ച് എടുത്തിട്ട് 2 കപ്പ് തേങ്ങയൊക്കെ അതുപോലെ ചതച്ചെടുത്തിരിക്കുക. അതിലൊരു 6 ടേബിൾ സ്പൂൺ மில்க் பவுடர் போட்டுருக்கேன். அது வேணாமனா போட்டுட்டா போரும், கொஞ்சம் கூட டேஸ்ட்டாக இருக்கும். அதுக்காக போட்டுட்டு എന്നിട്ട് നന്നായി കിളറി എടുത്തിട്ട് ഒരു പാനും ഇതുപോലെ നെയ്യ് തടവി വെച്ചുങ്കോ. അതിൽ 1/2 കപ്പ് ജീനി എടുത്തിട്ട് 1/2 കപ്പ് തണ്ണി വിട്ട് അതിൽ ഒരു കമ്പി പരുവമാക്കും. എന്താ നൂൽ പരുവം വരണം. ഇതുപോലെ ഒരു കമ്പി പരുവം വരണം. ആദ്യം വന്നിട്ടില്ലേ, ഇപ്പം എന്താ കറക്റ്റാக വന്നിരിക്ക്. அந்த ഒരു കമ്പി പരുവം വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ ഏലക്കാത്തൂളും പോട്ടിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് തേങ്ങയും പാൽപ്പൊടിയും കൂടെയുള്ള മിക്സ് ഇതിൽ പോട്ട് നന്നായി കിളറി എടുക്കണം. അതിൽ വെള്ളമയം ഒട്ടും ഇല്ലാതെ നന്നായി ചുരുണ്ട് വറുത് വരെ നമ്മളത് വെന്തെടുക്കണം. ഇപ്പം ആദ്യം ഇച്ചിരി വെള്ളമയം ഇരുന്ന് സെറ്റായിട്ട് അത് സെറ്റ് ആവില്ലേ എന്നുണ്ടായിരുന്ന തേങ്ങാ ബർഫിക്ക് നമുക്ക് ഒന്നും കൂടെ അത് പാനിൽ പോട്ട് ചൂടാക്കി എടുக்கிறதுக்கு പറ്റും. വേറെ ഇപ്പം മൈസൂർ പാവ് എല്ലാം ആക്കുമ്പോൾ അന്ത രീതിയിൽ പറ്റാതെ. അതുകൊണ്ട് തേങ്ങാ ബർഫി എപ്പോഴുമേ നമുക്ക് കറക്റ്റാக കിടക്കും. ഇപ്പം இந்த പരുവത്തിൽ നിങ്ങൾ തട്ടിയിട്ട് വെച്ചുങ്കോ. അപ്പോൾ അത് സെറ്റ് ആവല്ലേ. അപ്പം അത് ഒന്നും കൂടെ ഇതുപോലെ പാനിൽ പോട്ട് കിണ്ടി എടുത്തിട്ടാൽ പോരും. അതിൽ 1 ടീസ്പൂൺ നെയ്യും കൂടെ വിട്ടിരിക്കേ. നല്ല ഡ്രൈயாக വന്നതിന് ശേഷം തന്നെ ഇതുപോലെ പാനിൽ മാറ്റപ്പെടും. അതിൽ വെള്ളമയം ഒട്ടും ഇരിക്കപ്പെടാതെ ചുരുണ്ട് വരണം. എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂണിൽ നെയ്യ് തടവി നന്നായി പ്രസ് ചെയ്ത് കറക്റ്റ് ഷേപ്പിൽ എടുത്തിട്ട് അവൾക്ക് ബദാമോ പിസ്താവോ എന്നെ ആക്കുമ്പോൾ വേണ്ടത് അത്
ശകലം പോട്ട് ഇതുപോലെ അലങ്കരിച്ച് സ്പൂണ വെച്ചൊന്ന് പ്രസ് ചെയ്തിട്ടാൽ പോരും. എന്നിട്ട് അതൊന്ന് പകുതി സെറ്റാകുമ്പം അത് ഒന്ന് കത്തിയെ വെച്ച് വരഞ്ച് വിട്ടുരുങ്കോ ഇല്ലാട്ടന്നെ കറക്റ്റ് പീസാக கிடைக்காது. ഇതിപ്പോൾ കൊഞ്ചം സെറ്റായി വന്നിരിക്കുമ്പം ഞാൻ കത്തിയെ വെച്ച് കറക്റ്റ് എന്താ ഏത് സൈസിൽ വേണമോ അതുപോലെ വരഞ്ച് വെച്ചിരിക്കുക. എന്നിട്ട് നന്നാ തണുത്തതിന് ശേഷം അത് പീസാ നമുക്ക് മുറിച്ചെടുക്കല. എന്താ എഡ്ജ് കറക്റ്റാണ് ഒന്നും കൂടെ ഒന്ന് മുറിച്ച് വെച്ചിരിക്കുക. നന്നാ തണുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്യാൻ എടുത്തിട്ടാൽ പോരും. നല്ല കറക്റ്റായി തേങ്ങാ ബർഫി ഇതുപോലെ നമുക്ക് എളുപ്പം പണിയെടുത്തോളാം. ബദാം വേണമെന്ന ബദാമും ഇതുപോലെ ഒന്ന് ചിന്നതാ നറുക്കി നമുക്ക് വേണമെന്ന താഴെയും പൊട്ടിക്കില്ല, മേലെയും അലങ്കാരത്തേക്ക് മേലെയും പൊട്ടിക്കില്ല. ഇതുപോലെ പീസാ എടുത്ത് മാറ്റില്ല. ഇനി അടുത്തത് മിക്സഡ് ചുണ്ടലാക്കും. അതൊക്കെ വെള്ളയും കറുത്ത കടലയും എടുത്തിരിക്കാൻ, കാരാമണിയും എടുത്തിരിക്കാൻ 1/4 കപ്പ് വെച്ച് എടുത്തിരിക്കും. അതൊരു രാത്രി നന്നാ ഉമിഴ്ത്തി വെച്ചിട്ട് കാലമ്പറ നന്നാ അലമ്പി അത് കുക്കറിൽ വേവിച്ചെടുത്തിട്ടാൽ പോരും. 5-7 വിസിൽ വരെ വേവിക്കില്ല. അതൊക്കെ ഒരു പൊടി പണി വെച്ചിക്കില്ല. വെളിച്ചെണ്ണയിൽ ഒരു ചുമന്ന കാഞ്ചമുളകയും കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും നന്നാ ചുമക്കറത് വരെ വറുത്തെടുത്തിട്ടാൽ പോരും. എന്നിട്ട് ഇത് തേങ്ങ ചതയ്ക്കുമ്പം ഇതും കൂടെ പൊടിച്ചെടുത്തുക്കരുത്. എന്നിട്ട് താളിപ്പിക്ക് വെളിച്ചെണ്ണയിൽ കടുക് കാഞ്ചമുളക് പോട്ട് കടുക് നന്നാ വെടിക്കുമ്പം 2 പച്ചമുളകും കരിവേപ്പിലയും പോട്ടിൻ്റെ അത് നന്നാ മൂത്ത് വരുമ്പം 1/2 ടീസ്പൂൺ അല്ല 1/4 ടീസ്പൂൺ കായപ്പൊടി പോട്ടുങ്കോ. എന്നിട്ട് നമ്മൾ വെള്ളം ഊറ്റി വെച്ചിരിക്കപ്പെട്ട കടലയും കാരാമണിയോടെയും എല്ലാം പോട്ട് அதுக்கு தேவையான ഉപ്പും കൂടെ പോട്ട് നന്നാ കിളറി ഒരു 3-4 മിനിറ്റ് ചിന്ന തീയിൽ വേവിച്ചെടുക്കൽ. 4 മിനിറ്റുக்கு ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിக்கிற തേങ്ങയും വറുത്ത് വെച്ചിരിக்கிற പരിപ്പും കൂടെ ചേർത്താക്കും ചതച്ചെടുത്തിരിക്കുക. രണ്ടും കൂടെ ചേർത്ത് നന്നാ കിളറി ഇതും ഒരു 2-3 മിനിറ്റ് ആവി കയറ്റി എടുത്തിട്ടാൽ പോരും. തേങ്ങയോടെ പച്ചമണം മാറിക്കിടக்கிறதுக்கு 3 മിനിറ്റുക്ക് ശേഷം നന്നാ കിളറി നമുക്കത് സെർവ് பண்ணலாம். അപ്പോൾ ഇന്നത്തെ നൈവേദ്യമാണ് തേങ്ങാ ബർഫി, ക്യാരറ്റും ബദാമും കൂടെ പോട്ട് പായസം, കടലയും കാരാമണിയും പോട്ട് ചുണ്ടൽ. എല്ലാവർക്കും ഹാപ്പി നവരാത്രി.